സഹാബാക്കൾ പറയാണ്, ഞങ്ങൾ മക്കയിൽ കച്ചവടത്തിന് പോകുമ്പോ ഒരു ചെറുപ്പക്കാരനെ കാണും. നല്ല ചുവന്നു തുടിക്കുന്ന ഭൂമേനിയുള്ള ഒത്ത ഉയരമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു വരുമ്പോ ആ മുഖത്തുനിന്ന് തുപ്പലൊലിക്കുന്നുണ്ടാകും. ആ വസ്ത്രത്തിൽ ആളുകൾ കാർക്കിച്ചു തുപ്പിയിട്ടുണ്ടായിരിക്കും. ആളുകൾ കോളറിന് പിടിച്ച പാട് കാണാം. നിലത്ത് വീണ് ചളിയിൽ വീണ് വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഓരോ വീട്ടിലും കയറി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകൾ കളിയാക്കുമ്പോഴും ആളുകൾ പരിഹസിക്കുമ്പോഴും എല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് പ്രബോധന മാർഗത്തിൽ ഉറച്ചു നിന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ ഹിജറ പുറപ്പെട്ട് ഇനി കുറച്ച കാലം അൻസാറുകൾ പണിയെടുക്കട്ടെ, കുറെ കാലമായില്ല ഞങ്ങൾ നോക്കൽ തുടങ്ങിയിട്ട് ചിന്തിച്ചിട്ടില്ല. അവർ മരണം വരെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കാൻ ഒരുക്കായിരുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കണം, എത്ര പരീക്ഷണമാണ് അവർ സഹിച്ചത്. 40 വയസ്സുവരെ അൽ അമീൻ എന്ന് വിളിച്ചവരാണ് വിളിക്കുന്നത് കദ്ദാബ്, പെരുങ്കള്ളൻ. നമ്മുടെ അയൽവാസികളൊക്കെ കൂടിയിട്ട് കള്ളാന്ന് വിളിക്കുമ്പോ എത്ര സങ്കടം ഉണ്ടാവും. ഒരു 4 ആള് കൂടിയിട്ട് നമ്മൾ കള്ളനാണ് എന്ന കണ്ണോട് കൂടിയിട്ട് നമ്മൾ നോക്കി കാണുമ്പോ, അല്ലെങ്കിൽ വേറൊരാൾ ചെവിയിൽ പറയണ ഓൻ ഇന്ന സാധനം കട്ട കള്ളനാണെന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ എത്ര സങ്കടം ഉണ്ടാവും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിക്കുന്നത് കദ്ദാബ്, പെരുങ്കള്ളൻ എന്നാണ്. മജ്നൂൻ, ഭ്രാന്തൻ. ഒരു 4 ആള് കൂടിയിട്ട് ഭ്രാന്താണെന്ന് കണ്ണോടുകൂടി നമ്മൾ നോക്കുമ്പോഴേ അതിന്റെ വില നമുക്ക്, അതിന്റെ വേദന നമുക്ക് തിരിച്ചറിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പിറകെ കൂടി ഭ്രാന്ത എന്ന് വിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസപ്പെടുന്ന, പരീക്ഷണം സഹിക്കുന്ന ഒരു രംഗാണ് മക്കൾ മരിക്കുക എന്ന് പറഞ്ഞ. നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ ചിലപ്പോൾ കുടുംബക്കാരെത്തും, കൂട്ടുകാരെത്തും, എല്ലാവരും എത്തും. സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ആളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലും മരണം നടന്നപ്പോ കൂട്ടുകാരെത്തിയിട്ടുണ്ട്, കുടുംബക്കാരെത്തിയിട്ടുണ്ട്, സാന്ത്വനിപ്പിക്കാനല്ല. അബൂദർ, മുഹമ്മദെ വേരറ്റുപോയി, ആരാരും അറിയപ്പെടാത്തവനായി നിന്റെ വേര് നശിച്ചുപോയി, നീ ലോകത്ത് നിന്ന് യാത്ര തിരിക്കാൻ പോവാണ് മുഹമ്മദെ, നിന്റെ വേര് നശിച്ചു കഴിഞ്ഞു. ആ വേദനയിൽ എരുവാരി തേച്ച് മരണപ്പെട്ടു കിടക്കുന്ന മക്കളുടെ മുന്നിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രൂരമായി കൊണ്ട് പീഡിപ്പിക്കാൻ. പക്ഷെ ഇട്ടെറിഞ്ഞു പോയിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉമ്മ ചോദിക്കുന്നുണ്ട്, റസൂലെ അങ്ങ് ഏറ്റവും അധികം പ്രയാസപ്പെട്ടത് ഉഹുദിലല്ലേ? അങ്ങയുടെ പല്ല് പൊട്ടി, നെറ്റി പൊട്ടി, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചു, അന്ന് അങ്ങ് മരണപ്പെട്ടു എന്നുപോലും കിംവദന്തി പരന്നു, അന്നല്ലേ റസൂലെ അങ്ങ് ഏറെ പ്രയാസപ്പെട്ടത്? അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഉണ്ട്. ആയിഷ, ത്വായിഫിലേക്ക് ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗം നിർബന്ധമാക്കുന്ന, നരകം നിഷിദ്ധമാക്കുന്ന ആദർശവുമായിട്ടാണ് റസൂൽ പോകുന്നത്. അത് പറഞ്ഞാല് ആ സ്വീകരിക്കുന്ന ആളുകൾക്ക് സ്വർഗം കിട്ടി, നരകം നിഷിദ്ധായി, സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോ കേൾക്കുന്നത്, മക്കയിലെ മുഹമ്മദിന് ഒരു തുള്ളി വെള്ളം പോലും നൽകരുത്. ദാഹിച്ചു വലഞ്ഞ് വെള്ളം ചോദിക്കുമ്പോ വായിലേക്ക് കാർക്കിച്ചു തുപ്പുകയാണ് അവിടെയുള്ള തെരുവുതണ്ടികളായ കുട്ടികൾ. വലിയ പാറക്കല്ലുകൾ എടുത്ത് പ്രവാചകന്റെ നേരെ ഒരു ഭ്രാന്തനെ പോലെ എഴുതെറിയുമ്പോഴും ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തം വാർന്നൊലിച്ച് ഓടുന്ന രംഗം ചരിത്രത്തിൽ കാണാം. ഇത്രയേറെ ത്യാഗം സഹിക്കാൻ ഒരുക്കായിരുന്നു പ്രവാചകൻ. ഒരാളും അങ്ങനെ ഒരു സ്ഥിരിട്ട് വലിയൊരു കുഴപ്പമില്ലാതെ ദേവാരംഗത്ത് നിന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും.